അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 142. അപ്പു അവന്റെ റൂമിലായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് അവൻ താഴേക്ക് പോവാൻ നിൽക്കുകയാണ്. എങ്കിലും എങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് അവൻ അറിയുമായിരുന്നില്ല. അവന്റെ മുഖത്ത് ഒരു തരം വെപ്രാളം നിറഞ്ഞിരിക്കുന്നു. എന്റെ മഹാദേവ, ആ നാഗവല്ലിക്ക് ഒരു ഉളുപ്പില്ലല്ലോ. എന്തൊക്കെയാ അവള് വിളിച്ചു പറഞ്ഞേ? ഏട്ടനെങ്ങാൻ അവള് പറഞ്ഞത് മനസ്സിലായ പിന്നെ തീർന്നു. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പിന്നെ. അപ്പു ദയനീയമായി പറഞ്ഞു. എന്നാലും ഞാൻ വന്ന് കയറിയ ഉടനെ തന്നെ ഇങ്ങനെയൊക്കെ? ഛേ, എല്ലാരും എന്നെപ്പറ്റി എന്ത് കരുതി കാണും? അപ്പു ചുണ്ടു പിളർത്തി. ഏയ്, എന്ത് കരുതാൻ, ഞാൻ മനഃപൂർവ്വമല്ലല്ലോ, അവളല്ലേ എന്നെ. അവൻ പറഞ്ഞു. മുഖം അപ്പോഴേക്കും ആകെ വിളറിപ്പോയിരുന്നു. അവള് പെട്ടെന്ന് സ്റ്റെപ്പിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് വീഴാൻ പോയപ്പോ ചാടിക്കയറി പിടിച്ചതാ. പക്ഷെ പെട്ടെന്ന് ചുമരിലേക്ക് ഇടിച്ചു നിന്നപ്പോ അവളുടെ ചുണ്ടുകൾ എന്നിൽ അമർന്നു. എന്തോ ആ നിമിഷം ഓർത്തതും അവന്റെ ഉള്ളൊന്ന് കുളിർന്നു. അവള് മനഃപൂർവ്വം ചെയ്തതല്ലാന്നറിയാ. എന്നാലും എല്ലാവരും എന്നെ മാത്രം കളിയാക്കുന്ന കണ്ടപ്പോ അപ്പോഴത്തെ വാശിക്ക് അവളോട് ദേഷ്യപ്പെട്ടതാ. പക്ഷെ പെണ്ണ് ഇങ്ങനൊന്നും പറയുന്നത് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവൻ താടിക്ക് കൈകൊടുത്തിരുന്നു പോയി. അവള് ഞാൻ പറയുന്ന കേട്ട് കണ്ണുമിഴിച്ച് നിൽക്കുന്ന കണ്ടപ്പോ എന്റെ മുന്നിൽ അവള് തോറ്റൂന്ന് കരുതി അഹങ്കരിച്ചതാ ഞാൻ. പക്ഷെ അതിനുള്ളത് എനിക്ക് കിട്ടി. അവളുടെ ഒരു കാറ്റിലെ തേങ്ങാക്കുല. അയ്യേ, അവൾ ഉദ്ദേശിച്ച അർത്ഥം. അങ്ങനെയൊന്ന് ഓർത്തതും അപ്പു അറിയാതെ തന്നെ അവന്റെ കണ്ണുകൾ അവന്റെ ശരീരത്തിലേക്ക് പോയി. അവന്റെ മുഖത്ത് ചമ്മല് നിറഞ്ഞു. മുഖത്ത് നേരിയൊരു ചുവപ്പ് സ്ഥാനം പിടിച്ചതുപോലെ അവന് സ്വയമേ തോന്നി. പിന്നെ ബ്ലഷ് അടിക്കാൻ പറ്റിയൊരു കാര്യം നാണല്ലല്ലോടാ നിനക്ക്. അപ്പു മിററിലേക്ക് തന്നെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. എന്റെ മഹാദേവ, ആ പണ്ടാരത്തിന്റെ മുന്നിൽ എപ്പോഴും എന്നെങ്ങനെ തോപ്പിക്കല്ലേ. അവൻ മുകളിലേക്ക് നോക്കി കൈകൂപ്പി. ഇനിയിപ്പോ അമ്മയച്ഛനും ഏട്ടനും മീനും ഒക്കെ സംശയം തോന്നി എന്നോട് ചോദിച്ചാ ഞാനെന്തു പറയും? അല്ല, ഇനി അവളെങ്ങാനും ഞാനിങ്ങോട്ട് കയറി വന്ന ശേഷം അവരോട് പറഞ്ഞു കാണുമോ എല്ലാം? അപ്പു അസ്വസ്ഥതയോടെ കൈകൾ കൂട്ടിത്തിരുമ്മി. ഏയ്, അതൊന്നും പറയില്ല. ഇനി പറയോ? പറഞ്ഞാ കുരുപ്പിനെ ഞാൻ കൊല്ലും. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. വന്ന് കയറുമ്പോ തന്നെ അവളെ കാണാനുള്ള ചമ്മലുകൊണ്ടായിരുന്നു ഓഫീസിലേക്ക് പോയേ. എന്നിട്ടും വന്നപ്പോ എല്ലാവർക്കും ഒരു കണി പോലെ ഇങ്ങനെ നടക്കുകയും ചെയ്തു. അന്ന് റൂമിൽ വെച്ചായിരുന്നത് ഇന്ന് എല്ലാവർക്കും മുന്നിൽ വെച്ച്. കൂടെ ഏട്ടന്റെ ജ്വാലയുടെ കളിയാക്കലൂടി. അവനൊന്ന് നിശ്വസിച്ചു. എന്റെ അപ്പു, നിനക്കിപ്പോ നല്ല കാലം അല്ലടാ മുത്തേ. നമുക്ക് നല്ലൊരു ജോത്സ്യനെ കണ്ട് പ്രതിവിധി ചെയ്യണമെന്ന് തോന്നുന്നു. അവൻ സ്വയം ആലോചനയോടെ പറയുകയാണ്. ആ, അല്ലേലും അവളുടെ കാര്യത്തിൽ എന്തു പ്രതിവിധി? ആ പെണ്ണ് എന്നെ കൊണ്ടേ പോവൂ. അതിന്റെ നാവ് കണ്ടില്ലേ, മനുഷ്യന്റെ വാടപ്പിച്ചു കളയും പൂതന. മുഖം വീർപ്പിച്ചുകൊണ്ട് അത്രയും പറഞ്ഞവൻ റൂമിന്റെ ഡോറ് തുറന്നു. എന്തായാലും ഇനിയുള്ളതും നീ വാങ്ങി കൂട്ടടാ അപ്പു. നീയായിട്ട് വരുത്തി വെച്ചയല്ലേ. കുളിക്കാൻ പോയതാണ് പോലും, അതും തുണിയൊന്നും ഉടുക്കാതെ. ആ ഡോറെങ്കിലും നിനക്കൊന്ന് അടച്ചൂടായിരുന്നോ? താഴേക്കുള്ള പടികൾ ഇറങ്ങുമ്പോഴും അപ്പു അവനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. താഴേക്ക് ഇറങ്ങി വരുമ്പോ അപ്പുവിന്റെ കണ്ണുകൾ നേരെ പോയത് ഡൈനിങ് ഹാളിലേക്കാണ്. അവിടെ ടേബിളിൽ ഭക്ഷണമെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല വൃത്തിയായി അടച്ചു വെച്ചിട്ടുമുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ കാത്തു നിൽക്കുകയാണെന്ന് അപ്പുവിന് മനസ്സിലായി. അവൻ പതിയെ താഴേക്കിറങ്ങി. അപ്പോഴാണ് അവന്റെ കണ്ണുകൾ സോഫയിലിരുന്ന ജ്വാലയോടും മീനുവിനോടും സംസാരിക്കുന്ന പൊന്നൂലേക്ക് പോയത്. അവളെ കണ്ട നിമിഷം അവന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ നിമിഷം തന്നെ പൊന്നൂന്റെ കണ്ണുകളും അപ്പുവിലേക്ക് പാറി വീണു. അവളുടെ നോട്ടം കണ്ടതും അവൻ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവളിൽ നിന്ന് മുഖം തിരിച്ചു. അവൾ അപ്പോഴും അവനെ കുറുമ്പോടെ നോക്കി ഇരിക്കുന്നുണ്ട്. അമ്മേ, ദേ അപ്പേട്ടൻ വന്നുട്ടോ, എല്ലാരും കഴിക്കാൻ വായോ? പൊന്നു കിച്ചണിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പു കണ്ണുകൾ ഇറുക്കിയടച്ചു. അവളുടെ ഒരു അപ്പേട്ടൻ, കള്ളപ്പന്നി. അവൻ പല്ലി കടിച്ചുകൊണ്ട് കണ്ണു തുറന്ന് അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ഈ അവൾ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. മീനുന്റെ ജ്വാലയുടെ നോട്ടം അപ്പുവിലേക്ക് പോയി. ജ്വാല വേഗം അവന്റെ അടുത്തേക്ക് എത്തി. പിറകെ തന്നെ മീനും പൊന്നു. അപ്പു ജ്വാലയെ നോക്കി ചിരിച്ചു കൊടുത്തു. എപ്പോ കുളിക്കാൻ പോയത് ആരവേട്ട? ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കേണ്ട നേരമായല്ലോ. എന്താ എത്രയും നേരം വൈകിയേ? ജ്വാല ചോദിച്ചു. അതൊന്നുമില്ലടി ഏട്ടത്തി. കുളിക്കാൻ നിന്നപ്പോഴേക്ക് എനിക്കൊരു കോള് വന്നു. അപ്പോ അങ്ങനെ സംസാരിച്ചിരുന്നു പോയി. അപ്പു പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണോ, അതോ പൊന്നുമായിട്ട് നേരത്തെ ഉണ്ടായ കാര്യങ്ങൾ ഓർത്തിട്ട് അവളെ ഫേസ് ചെയ്യാനുള്ള ചമ്മല് തോന്നിയിട്ടാണോ അപ്പുവേട്ടാ? പെട്ടെന്ന് മീനു അങ്ങനെ ചോദിച്ചതും അപ്പുവിന്റെ മുഖം ഇളിഞ്ഞുപോയി. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. അതിന് മനഃപൂർവ്വമല്ലല്ലോ. ഇനി അത് പറഞ്ഞാലുണ്ടല്ലോ. നീ ഒന്ന് പോയോ മീനു, വിശക്കുന്നെങ്കിൽ വാ, വല്ലതും കഴിക്കാം. അവൻ പതറിക്കൊണ്ടാണെങ്കിലും അവളോട് പറഞ്ഞു. മീനു ചിരിയോടെ തലയാട്ടി. അപ്പേട്ടാ. ഡൈനിങ് ഹാളിലേക്ക് നടക്കുന്ന അപ്പുവിനെ പൊന്നു പുറകിന്ന് വിളിച്ചു. അവൻ എന്തായെന്ന പോലെ അവളെ നോക്കി. അല്ല അപ്പേട്ടാ, ഡോറടച്ചിട്ട് തന്നെയല്ലേ കുളിക്കാൻ പോയെ? അല്ലെങ്കിൽ ഇനിയും പലതും നടക്കും. അവൾ അപ്പുവിനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് അവന് നേരെ കണ്ണിറുക്കി. പെട്ടെന്ന് അപ്പു അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവന്റെ അടുത്തേക്ക് വലിച്ചു ചേർത്തു. അരവേട്ട, ജ്വാല അമ്പരപ്പോടെ വിളിച്ചു. പക്ഷെ പൊന്നൂന് കൂസലൊന്നുമില്ല. എടി നാഗവല്ലി, വല്ലാതെ അങ്ങോട്ട് ഓവർ ആവല്ലേ നീ. ഒരു വട്ടം നിന്റെ മുന്നിൽ തോറ്റുപോയിന്ന് കരുതി എപ്പോഴും അങ്ങനെ ഉണ്ടാവുന്ന പൊന്നുമോള് കരുതണ്ട.
അവൻ കലിയോടെ പറഞ്ഞു. എന്റെ അപ്പേട്ടൻ ജയിച്ചു കാണുന്നതിനാണെന്നേ എനിക്കും ഇഷ്ടം. അവൾ അവനെ കുസൃതിയോടെ നോക്കി. അപ്പു ജ്വാലയും മീനുവിനെ ഒന്ന് നോക്കി. രണ്ടുപേരും ഇവരുടെ സംസാരം തന്നെ നോക്കി നിൽക്കുകയാണ്. വഴക്കെങ്ങാനുണ്ടായ പിടിച്ചു മാറ്റണമെന്ന് പോലും ജ്വാല ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. എടി ഏട്ടത്തി, ഏട്ടൻ എവിടെ? അപ്പു ചോദിച്ചു. റൂമിലേക്ക് പോയി നേരത്തെ, പിന്നെ വന്നിട്ടില്ല. വല്ല കോളിലും ആവും. എന്താ? ജ്വാല ചോദിച്ചു. ഏയ്, നീയും മീനു എന്നാ പോയി ഏട്ടനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വാ. ജ്വാലയും മീനു മുഖത്തോട് മുഖം നോക്കി. ഏയ്, ഞാൻ പോവൂല. ഇന്നെ മീനുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ആരവേട്ടൻ എന്റെ പൊന്നുവിനെ വഴക്കു പറയാനല്ലേ? നടക്കൂല. ജ്വാല ഗൗരവത്തോടെ പറഞ്ഞു. അപ്പു അവളെ നോക്കി കണ്ണുരുട്ടി. ജ്വാല അത് പുച്ഛിച്ചു വിട്ടു. എടി, നിങ്ങൾ രണ്ടുപേരും ചെന്ന് അഗ്നിയേട്ടനെ വിളിച്ചിട്ട് വാ. എന്റെ അപ്പേട്ടൻ എന്ത് ചെയ്യാനാ? അതൊന്നും ഓർത്ത് എനിക്കില്ല പേടി. കാരണം എൻ്റെ അപ്പേട്ടൻ പാവാ, എനിക്കറിയാ. പൊന്നു അവളുടെ ഇടത് കൈ ഉയർത്തി അപ്പുവിന്റെ കവിളിൽ ഒന്ന് പിടിച്ചു വിട്ടു. അപ്പുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ജ്വാലയ്ക്കും മീനുവിനും അത് കണ്ട് ചിരി വന്നു. ആ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാട്ടെത്തി, നീ വാ. അതും പറഞ്ഞ് മീനു ജ്വാലയുടെ കൈയും പിടിച്ച് മുകളിലേക്ക് പോയി. അപ്പോഴും അവരിടയ്ക്കിടയ്ക്ക് അകുലതയോടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ജ്വാല. അവര് പോയി കഴിഞ്ഞതും അപ്പു പൊന്നുവിന്റെ കയ്യിലുള്ള പിടിമുറുക്കി. ആ, അപ്പിടെ വിട്ടേ, എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. അവൾ അവനിൽ നിന്ന് കൈയെടുത്ത് മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അപ്പു പെട്ടെന്ന് ചുറ്റുമൊന്ന് നോക്കി. ആരുമില്ല എന്ന് ഉറപ്പാക്കി അവളുടെ കൈ പിടിച്ചു വലിച്ച് അവൾ അവന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. പൊന്നു ഞെട്ടി. അവൻ അവളെ വല്ലാത്ത ഭാവത്തോടെ നോക്കുന്നുണ്ട്. അത് കണ്ടതും പൊന്നുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. എന്താ പേട്ടാ? അവൾ പതർച്ചയോടെ ചോദിച്ചു. അവൻ അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി. അപ്പേട്ടാ? അവൾ ഏങ്ങി. നീ എന്താ നേരത്തെ ചോദിച്ച എന്നോട്? ഡോർ അടച്ചിട്ടല്ലേ കുളിക്കാൻ പോയതെന്നോ? അവൻ അവൾക്കടുത്തേക്ക് മുഖമടുപ്പിച്ചു. പൊന്നുവിന്റെ കണ്ണുകൾ പിടച്ചു. അത് ഞാൻ വെറുതെ. അവൾ പതറി. അവളുടെ പതറിയ സ്വരത്തിൽ അവന്റെ ചുണ്ടിൽ ഒരു ചിരിമിന്നി. ഇനി വെറുതെ ആണെങ്കിലും പൊന്നുമോൾ എല്ലാവർക്കും മുന്നിൽ വെച്ച് എന്നോട് ഇങ്ങനെ ഒന്നും ചോദിക്കരുത് കേട്ടോ. ചോദിച്ചാ? അവനൊരു വാണിങ് പോലെ പറഞ്ഞു, മുഖത്ത് തികഞ്ഞ ഗൗരവം. എന്തോ അത് കണ്ടപ്പോൾ പൊന്നുവിന്റെ ചുണ്ട് കൂർത്തു വന്നു. ഞാൻ ചോദിച്ചത് കാര്യല്ലേ? നിങ്ങളന്ന് ഡോർ അടയ്ക്കാതിരുന്നോണ്ടല്ലേ ഞാൻ അന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ കണ്ടേ. ഇനി വേറെ ആരും അങ്ങനെ നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി ഓർമ്മിപ്പിച്ചല്ലേ ഞാൻ. അവള് പുച്ഛിച്ചു. അപ്പു അവളെ നോക്കി ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ മറ്റെന്തോ അർത്ഥം പൊന്നുവിന് തോന്നി. ഇനി ഇങ്ങനെ നാക്കിന് ലൈസൻസ് ഇല്ലാതെ നീ വിളിച്ചു പറഞ്ഞ പൊന്നൂട്ടിന് അന്ന് കണ്ടതുപോലെ അപ്പെണ്ണ് ഇനിയും കാണൂട്ടോ. അത് പക്ഷെ അറിയാതാവില്ല. അറിഞ്ഞോണ്ട് നിനക്ക് മുന്നിൽ വന്ന് ഞാൻ അങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുക മാത്രല്ല, നിന്നെ ചിലപ്പോൾ വേറെ വല്ലതും ചെയ്തൂന്നിരിക്കും. അവൻ അവളുടെ മുഖത്തൂടെ വിരല് ചലിപ്പിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു. പക്ഷേ അവന്റെ പറച്ചിൽ കേട്ട് ആകെ കണ്ണും തള്ളി നിൽക്കുകയാണ് പൊന്നു. അത് കണ്ട് ചിരിയോടെ അപ്പു അവളിൽ നിന്ന് കൈയെടുത്തു. പൊന്നു അപ്പോഴും അവനെ വാപൊളിച്ചു നോക്കുന്നുണ്ട്. ഇനി ആ കാര്യം പറഞ്ഞ് നീ എന്നെ കളിയാക്കിയ നിനക്കെന്നെ വീണ്ടും അങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് അർത്ഥം. അങ്ങനെ ഉണ്ടായ ആ ആഗ്രഹം അപ്പേട്ടൻ സാധിച്ചു തരും, ഉറപ്പാ. അവൻ അവളെ നോക്കി കുറുമ്പോട് അത്രയും പറഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അവൻ പറഞ്ഞുപോയ വാക്കുകളുടെ അർത്ഥം മനസ്സിലായതും പൊന്നു അടിമുടി വിറച്ചുപോയി. അപ്പു പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. കിളിപോയ പോലെ നിൽക്കുന്ന പൊന്നുവിന്റെ മുഖം കണ്ട് അവന് ചിരി വന്നു. അതേ ചിരിയോടെ അവൻ അവിടെ നിന്ന് പോയി. തുടരും.